പ്രിയപ്പെട്ട വിജി, വീട്ടുകാരുടെ സമ്മതത്തോടെ നമുക്ക് ഒരുമിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്റെ കോച്ചിങ് കഴിഞ്ഞു. 18-ാം തീയതി ഞാൻ നാട്ടിലെത്തും. ചില തീരുമാനങ്ങളുമായിട്ടാണ് ഞാൻ വരുന്നത്. എന്തും തരണം ചെയ്യാൻ നീ എന്നോടൊപ്പം ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ, സ്വന്തം കിഷോർ. What is the problem? Appa gudam thane ponnu. Appa oru vazhikku, ponnu veru vazhikku. Idha paarenga. കുടുംബത്തിന്റെ മാനം കളയല്ലേടി. ഞാൻ അറിയാണ്ട് എല്ലാത്തിനും കിട്ടുന്നത് ഈ കുടുംബത്തിന്റെ മാനങ്ങളെ തള്ളി മക്കൾ അറിയിക്കാം. എന്തൊരു ശല്യം ഇത് പണ്ടാറടങ്ങാനായിട്ട്. സത്യം പറയടി, കിഷോറിന് നിനക്ക് ഇഷ്ട? കൊല്ലുന്നില്ല ഞാൻ. അച്ഛനല്ലാതെ നീ പ്രേമിക്ക? ഇത് ചുമ്മാതെ. കല്യാണം ഞാൻ നടത്തി തരാം. കിഷോറിന് എനിക്കറിയാം. കരയിടി എന്നെ ഞാൻ വരൂ വരൂ. അപ്പാ അമ്മ അപ്പാ ഓടി വാങ്ങേ. അമ്മ അപ്പാ ഞങ്ങളെ അനുഗ്രഹിച്ചിടുങ്ക അപ്പാ. അപ്പാ അയ്യോ 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 വിഴുന്നിടിച്ചേ. അപ്പാ ഞങ്ങളെ അനുഗ്രഹിച്ചിടുങ്കപ്പാ. അനുഗ്രഹിക്കടി, അവന് റാങ്ക് കിട്ടിണ്ടാവും. അപ്പടിയാ നല്ലായിരുമാ. ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ എന്റെ അപ്പ. അമ്മ പിന്നെ ഞങ്ങള് കല്യാണം കഴിച്ചപ്പാ. കഴിച്ചോ? അതെ അപ്പാ. കടവുളേ. ഓ ഹായ് ഫ്രാങ്കി. ഹായ്. എന്താ ജീപ്പിൽ തന്നെ ഇരുന്നേ? ഇറങ്ങി വാ. ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കായിരുന്നു. വാ. ഇരിക്ക്. Thank you. I can't wait anymore, auntie. Marriage date fix ചെയ്യണം. എനിക്കിപ്പോ കല്യാണം വേണ്ടെങ്കിലോ? I forgot. ഞാൻ നിനക്കൊരു പ്രസന്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ബോംബെന്ന്. Take it. Come on, take it. See? I always think of you. Open it. Open it, sweetheart. തുറക്കാനാ പറഞ്ഞത്. തുറക്കാൻ. Sweet, sweet. എനിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ ദിവസം എന്നോണം അയാളുടെ ശല്യമായിരിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞ ലതീഷ കേക്കോ? തന്റെ വീട്ടിലും
എന്റെ വീട്ടിലും പ്രശ്നങ്ങളാ. ആരും അറിയാതെ നമുക്കിവിടെ വിട്ടാലോ? മമ്മിയെ ഒറ്റയ്ക്കാക്കിയിട്ട് ലതീഷ, ഫസ്റ്റ് 2 വീക്സ്, അത് കഴിഞ്ഞാൽ നമുക്ക് മമ്മിയെ കൂട്ടിക്കൊണ്ടുപോകാം. പിന്നെ ഫ്രാങ്കിയുടെ കാര്യം. ലതീഷ, ഇതൊന്ന് നോക്കി. എന്താ അനന്ത ഇത്? ഫ്രാങ്കിയുടെ കടം തീർക്കാനാ. എവിടുന്ന ഇത്രയും രൂപ? പാലക്കാടുള്ള എന്റെ ഓഹരി വിറ്റതാ. മുഴുവനും വിറ്റിട്ടില്ല. ഞാൻ പറയാറുള്ള കൊച്ചു വീടും അല്പം പുരയിടും ബാക്കിയുണ്ട്. പിന്നെ എന്റെ പാട്ടിയും. അനന്തു, ഞാൻ റിസപ്ഷനിൽ തിരക്കി. അപ്പൊ നീ ഹാഫ് ഡേ ലീവ് എടുത്ത് റെസ്റ്റോറന്റ് ഇരിക്കുകയെന്ന് പറഞ്ഞു. ഫ്രാങ്കി, ഇതെന്റെ ഫ്രണ്ട് അനന്തു. ഇത് ഫ്രണ്ട് മാത്രമാണോ അതോ? ഫ്രാങ്കി, ഫ്രാങ്കി, I love him. I'm going to marry him. Come on. Good. So, നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അല്ലേ? അനന്തൻ ഒരു ക്ലാസിക് പ്രേമകഥയിലെ സ്ഥിരം വില്ലനായി എന്നെ കരുതുന്നുണ്ടാവും. അങ്ങനെയൊന്നും അല്ല. ഒത്തിരി കുറ്റങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും കുറവുകളുമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്കറിയാം. ലതീഷ എനിക്ക് ഇഷ്ടമായിരുന്നു. ഐ ലൈക്ക് ഹർ. അവൾക്ക് എന്നെ ഇഷ്ടമില്ലായിരുന്നെങ്കിലും. ബട്ട് അനന്തൻ അവളുടെ മനസ്സിലുണ്ടായിരുന്നെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇതുവരെ ഞാൻ തോറ്റിട്ടില്ല. തോക്കാൻ ഇഷ്ടമല്ല. പക്ഷേ ഒരു സ്ത്രീയുടെ ലതീഷയുടെ വികാരങ്ങൾ മാനിക്കാനുള്ള മനുഷ്യത്വമെങ്കിലും ഞാൻ കാണിച്ചില്ലെങ്കിൽ അത് തെറ്റാണ് അല്ലേ അനന്തൻ? ടേക്ക് ഇറ്റ് ഈസി. ഒരു സിൻസിയർ ഫ്രണ്ടായി നിങ്ങൾക്ക് എന്നെ കാണാം. പക്ഷേ എനിക്കൊരു സംശയമേ ഉള്ളൂ. മേഴ്സി ആന്റി ഇത് അക്സെപ്റ്റ് ചെയ്യുമോ? പ്രോബ്ലംസ് ലതീഷയുടെ വീട്ടിൽ മാത്രമല്ല, എന്റെ വീട്ടിലുണ്ട്. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ഞാൻ നിങ്ങളെ സഹായിക്കാം. ഞാൻ മേഴ്സി ആന്റിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാം. അതല്ല ഫ്രാങ്കി, എന്റെ വീട്ടിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ. I'll tell you one thing. നിങ്ങൾ രണ്ടുപേരും പുറത്ത് എവിടെങ്കിലും പോയി രജിസ്റ്റർ മാരേജ് ചെയ്ത് തിരിച്ചു വരൂ. തൽക്കാലം ഇപ്പൊ ഇത് ആരും അറിയണ്ട. പിന്നെ സമയം വരുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്കതിനൊരു പ്ലാൻ ഉണ്ടാക്കാം. എന്താ? ഫ്രാങ്കി, ഒന്നും തോന്നരുത്. ഇത് 80,000 രൂപയുണ്ട്. ലതീഷയോട് അനന്തനുള്ള ആത്മാർത്ഥതയാണ് ഇതെന്ന് എനിക്കറിയാം. പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ദിസ് 80,000. ഈ രൂപ എനിക്ക് വലിയ എമൗണ്ട് ഒന്നും അല്ല. ടേക്ക് ഇറ്റ്. ആദ്യം നിങ്ങളുടെ മാരേജ് നടക്കട്ടെ, പിന്നെ കടം തീർക്കലൊക്കെ.